ലഹരിക്കടിമയായ മകനെ പോലീസിലേൽപ്പിച്ച് മാതാവ് എന്നുള്ള വാർത്ത പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്. ആ മാതാവ് 24-നോട് പ്രതികരിക്കുന്നു. 13 വയസ്സ് മുതൽ ഈ മകൻ രാഹുൽ എന്ന മകൻ ലഹരി ഉപയോഗിക്കാറുണ്ട്. വീട്ടുകാരെ മുഴുവൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. 68 വയസ്സായ അമ്മൂമ്മയെ വരെ ഉപദ്രവിച്ചു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് പോലീസിനെ വിളിച്ചതെന്നും രാഹുലിന്റെ മാതാവ് 24-നോട് പറഞ്ഞു. 24 ബ്രേക്കിംഗ് അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് എലത്തൂരിലാണ് ലഹരിക്കടിമയായ മകൻ്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഒരമ്മ അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നത്. ആ അമ്മ നമുക്കൊപ്പമുണ്ട്. വലിയ ഉപദ്രവമായിരുന്നു ഈ ലഹരി ഉപയോഗിച്ചതിന് ശേഷം മകനിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്? വലിയ ഉപദ്രവം തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ മോളെ കുട്ടീനെ ഉപദ്രവിച്ചിട്ടാണ് ഞങ്ങൾ കേസ് കൊടുത്തപ്പോൾ പോക്സോ കേസിലകത്തായത്. ഒരു 9.5 മാസത്തോളം ജയിലിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ 17-നാണ് ഞങ്ങൾ തന്നെ ഓൻ്റെ നന്നാവുമെന്നൊക്കെ പറഞ്ഞു കരയുകയും ഒക്കെ ചെയ്തിട്ട് ഓനെ ഞങ്ങൾ പുറത്തിറക്കിയത്. വല്ലാതെ ബഹളം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാം. അപ്പോൾ അവൻ ബ്ലേഡ് എടുത്ത് കഴുത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം മുറിക്കും, എന്നിട്ട് നിങ്ങൾ മുറിച്ചാന്ന് പറയും, നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് ഞാൻ പറയും. അപ്പോൾ എനിക്ക് പേടിയായി ശരിക്കും. ഇന്നാണോ ഈ സംഭവം? അല്ലല്ല, അതൊരു 2 ആഴ്ച മുമ്പാണ്. എനിക്ക് ശരിക്കും പേടിയായി. അപ്പം എന്താ വെച്ചാൽ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി കിടക്കണ്ടേ. അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രി ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുക, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമില്ല, ചുമ്മാ വെറുതെ എന്തോന്ന് കണ്ട് ഞാൻ അമ്മയും ചിരിച്ചതാണ്. പെട്ടെന്ന് വയലൻ്റായി ചാടി എണീറ്റിട്ട് വല്ലാതെ നിങ്ങൾ ഇന്നെ കളിയാക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ ചാടി അമ്മേൻ്റെ മുന്നിൽ. അപ്പം ഞാൻ നടുവിലേ ചാടി വീണ്, അമ്മ എണീറ്റ് ഓനും എണീറ്റ് ഞാൻ നടുവിലേ ചാടി വീണ് അടിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നെ അടിക്കുന്നാല് അമ്മനെയല്ല ഇന്നെ അടിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അവൻ കൈമ കിട്ടുന്ന എടുത്ത് എറിയുക എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഈ അകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അവൻ ശരിക്കും അന്നേരമാണ് പറയുന്നത് ഈ കൊല്ലാൻ തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്, കൊല്ലും ഞാൻ, എനിക്കൊരു മടിയില്ല കൊല്ലാൻ. സമയമുണ്ട്, അടുത്ത മാസമാണ് ഞാൻ സമയം കണ്ടുവച്ചത്, ഞാൻ എന്തായാലും ജയിലിൽ പോകണം, അപ്പോൾ എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ പോളൂ, ആരും ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന്. അപ്പോൾ ഓന് ഈ അടുത്ത മാസം എന്ന് പറയുന്നത് ഒരു കണക്കാണ്. കാരണം അടുത്ത ഏപ്രിലിൽ ഈ മോള് ഗൾഫിൽ നിന്ന്, എൻ്റെ മോള് ഗൾഫിലാണ്, അവൾ നേഴ്സാണ്, ഓള് വരും എന്നാണ് അവൻ്റെ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ ഏപ്രിലിൽ ഓള് പോയതാ, ഓള് ശരിക്കും വരുന്നില്ല. അപ്പോൾ ഈ ഏപ്രിൽ ഓള് വരുന്നു. അപ്പോൾ അതാണ് ഓൻ കരുതി നിൽക്കുക, അവൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്നിട്ട് ഓന് ജയിലിൽ പോകാന്നുള്ള. അപ്പോൾ ഓൻ്റെ ആ വാക്കിലുള്ള ഒരു ഉറച്ചൊരു വാക്കാണ് ഓൻ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ പോലെയല്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനിയിപ്പം ഞാൻ അവനെ ഈ അകത്ത് വെച്ച് സംരക്ഷിച്ചാൽ ഏറ്റവും വലിയ ആപത്തേക്ക് എനിക്ക് വരാൻ പോകുന്നതെന്ന് തോന്നി. ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടിയുണ്ട്, പിന്നെ അതുമല്ല നമ്മൾ മരിക്കാതെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചങ്ങോട്ട് കാര്യം പറഞ്ഞു. പിന്നെ എത്രയോ കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളുണ്ട്, ഈവനായിട്ട് വരുത്തി വെച്ച കടങ്ങൾ, അതൊക്കെ എൻ്റെ മോള് 2 കൊല്ലം ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് കടമൊക്കെ വീട്ടി ഇനി ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വരണം, ആ ഒരു രീതിയിലാണ് ഓളിപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു ഓളെയും കൂടി ചെയ്യണം എന്നുള്ള ലെവലിൽ ഇവൻ നിൽക്കുമ്പോഴാണ് പിന്നെ എനിക്കത് മനസ്സിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല, ഇനി ഓനെ സംരക്ഷിച്ചാൽ ശരിയാവില്ല എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഓൻ ഡ്രഗ്സിൽ നിന്നും ഓനൊരു ചിലപ്പോൾ ഒരു മുക്തി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ഓൻ ജീവനോട് ഉണ്ടെന്ന് വിചാരിക്കാമല്ലോ ജയിലിലാണെങ്കിലും. അങ്ങനെ ആ ഒരു വിചാരത്തിലാണ് ഇപ്പം ഞാൻ അവനെ ഉള്ളിലാക്കാതെ പോലീസിനെ അറിയിച്ചത്. എന്നുവെച്ചാൽ വീട്ടിലുള്ളവർക്കും ഒരു സുരക്ഷയാണ്, ഓൻ്റെ ജീവനും ആപത്തില്ല എന്ന് മനസ്സിലായിട്ട്. പേടിച്ചിട്ടാണ് ഈ അമ്മ ലഹരിക്കടിമയായി മകനെക്കുറിച്ച് പോലീസിൽ വിവരം അറിയിക്കുന്നത്. അങ്ങനെ പോലീസ് എത്തിയപ്പോൾ രാഹുൽ ഒരു ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഒടുവിൽ തന്ത്രപരമായാണ് രാഹുലിനെ പോലീസ് കീഴ്പ്പെടുത്തുന്നതും. നിലവിലിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ രാഹുൽ റിമാൻഡിലാണ്. ഈ ലഹരി ഓരോ കുടുംബങ്ങളിലും എത്രത്തോളം വലിയ ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോഴിക്കോട്ട് നിന്ന് പുറത്തു വന്ന ഈ വാർത്തയും അമ്മയുടെ പ്രതികരണവും. ഒരു അമ്മ മകനെ പോലീസിൽ ഏൽപ്പിക്കണമെങ്കിൽ അത് അത്രയും സൈകെട്ടിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അമ്മ ശരിയായ നിലപാട് തന്നെ ആ വിഷയത്തിൽ സ്വീകരിക്കുകയാണ്. ഒരുപാട് പേരുടെ ജീവൻ്റെ വിഷയമാണ്. ആ മകനെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനും ഏറ്റവും ഉചിതമായ തീരുമാനം എന്നുള്ള നിലയിലാണ് പോലീസിനെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതും. അഭിജിത്ത് മുഴക്കുന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്.